الحمد لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتدي ومن يضلله فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أيها الناس اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أطيعوا الله وأطيعوا الرسول فإن تولوا فإنما عليه ما حمل وعليكم ما حملتم وإن تطيعوا تهتدوا وما على الرسول إلا البلاغ المبين. وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون. وأقيموا الصلاة وآتوا الزكاة وأطيعوا الرسول لعلكم ترحمون. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ മനസ്സിലാക്കി അത് അംഗീകരിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി ശ്രദ്ധിച്ചു. പറയൂ, അല്ലെങ്കിൽ നിങ്ങൾ പ്രഖ്യാപിക്കും. അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം, അള്ളാഹുവിൻ്റെ ദൂതനെയും അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. അനുസരണത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയാണ് നിങ്ങളെങ്കിൽ ആ ദൂതനെ എന്ത് കാര്യമാണോ ഏൽപ്പിച്ചിട്ടുള്ളത് അതേ അദ്ദേഹത്തിന് നിർവഹിക്കേണ്ടതുള്ളൂ. നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളും നിർവഹിക്കേണ്ടി വരും. ആ ദൂതനെ അംഗീകരിച്ച് അനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നേർവഴിയിലൂടെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. ആ ദൂതന് വ്യക്തമായി കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്ന ബാധ്യത മാത്രമേ ഉള്ളൂ. അതിനപ്പുറം ഒരു ബാധ്യതയും ദൂതനെ ഏൽപ്പിച്ചിട്ടില്ല. വിശ്വസിക്കുകയും നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു, ഭൂമിയിൽ അവർക്ക് പ്രാതിനിധ്യം നൽകും എന്നതാണ് ആ വാഗ്ദാനം. ഇവർക്ക് മുമ്പുള്ള ആളുകൾക്കും അതേ വാഗ്ദാനം നൽകിയിരുന്നു. അവരെയും ഭൂമിയിൽ പ്രതിനിധികളാക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം മറ്റൊരു വാഗ്ദാനവും കൂടിയുണ്ട്. അവർക്ക് തൃപ്തിപ്പെട്ട് സന്തോഷത്തോടുകൂടി നൽകിയിട്ടുള്ള ദീനിനെ
നല്ല നിലയിൽ അംഗീകരിച്ച് നടപ്പിലാക്കി പോകാനുള്ള സൗകര്യവും അവൻ ചെയ്തു കൊടുക്കും. അതും അവന്റെ വാഗ്ദാനമാണ്. മൂന്നാമത്തെ ഒരു വാഗ്ദാനവും കൂടിയുണ്ട്. ഭയവിഹ്വലരായി കഴിഞ്ഞുകൂടിയിരുന്ന അവർക്ക് നിർഭയരായി ജീവിക്കുവാനുള്ള ഒരു അവസ്ഥ അവനുണ്ടാക്കി കൊടുക്കും. ആ അവസ്ഥ കൈവരുമ്പോൾ അള്ളാഹു അവനിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറയുകയാണ്, ആ അവസ്ഥയിൽ അവര് എന്നിൽ ആരെയും പങ്കു ചേർക്കാതെ എനിക്ക് മാത്രം വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുകയായിരിക്കും. അങ്ങനെ ജീവിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം അവർക്ക് സൃഷ്ടിച്ചു കൊടുത്ത ശേഷം അവരംഗീകരിച്ച് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ സത്യത്തിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു പോയി നിഷേധികളും ശത്രുക്കളുമായി മാറുകയാണെങ്കിൽ തീർച്ചയായും അവർ ധിക്കാരികൾ തന്നെയാണ്. പിന്നെ സത്യവിശ്വാസികളിലേക്ക് തിരിഞ്ഞുകൊണ്ട് അല്ലാഹു പറയുന്നു, കൃത്യമായി നിങ്ങൾ നിസ്കരിക്കണം. അതേപോലെ നിങ്ങളുടെ കൈവശം അല്ലാഹുവിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സമ്പത്ത് ആവശ്യക്കാർക്ക് നിങ്ങൾ കൊടുക്കുകയും ചെയ്യണം. അല്ലാഹുവിന്റെ ദൂതനെ അനുസരിക്കണം. അതാണ് നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടാനുള്ള മാർഗം. അതുവഴി നിങ്ങൾ അനുഗ്രഹം ആയിത്തീരും. ലോകത്തിന്റെ ഇപ്പോഴത്തെ പോക്ക് കാണുമ്പോൾ ഈ ഭൂമിയിൽ അല്ലാഹുവിനെ പരാജയപ്പെടുത്താൻ മാത്രം കഴിവുള്ളവരാണ് ശത്രുക്കൾ എന്ന് നീ കരുതണ്ട. അല്ലാഹുവിനെ പരാജയപ്പെടുത്താൻ ഇവർക്ക് കഴിയില്ല. അവരുടെ വാസസ്ഥലം നരകമായിരിക്കും. എത്തിച്ചേരേണ്ട അവരുടെ ആ വാസസ്ഥലം വളരെ മോശപ്പെട്ടതുമായിരിക്കും. സൂറത്തുൽ നൂറിൽ കുറെ സംഭവങ്ങൾ വിവരിച്ച ശേഷം ഇനി കുറെ കാര്യങ്ങൾ പറയാൻ പോകുന്നതിന്റെ ഇടയിൽ ബോധ്യപ്പെടുത്തുന്ന ചില ആയത്തുകളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. അല്ലാഹുവിനെ അനുസരിക്കുക, അല്ലാഹുവിന്റെ ദൂതനെ അനുസരിക്കുക. അനുസരണം എന്നത് നാവിലല്ല എന്ന് നമുക്കറിയാമല്ലോ. അത് ജീവിതത്തിലാണ് അനുസരണം. അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് അല്ലാഹുവിനെ അനുസരിക്കലാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ മനസ്സിലാക്കി ആ മനസ്സിലാക്കിയതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് റസൂലുള്ളാഹിനെ അനുസരിക്കൽ. അപ്പൊ ജീവിതത്തിലാണ് അനുസരണം ഉണ്ടാകേണ്ടത്, നാവിലാണ് അനുസരണം ഉണ്ടാകേണ്ടത് എങ്കിൽ ഒട്ടും പ്രയാസമില്ലാതെ ആർക്കും ആ അനുസരണം രേഖപ്പെടുത്താൻ കഴിയും. ആ മാർഗത്തിൽ വന്നോളണമെന്നില്ല. നാവ് കൊണ്ട് അനുസരണം രേഖപ്പെടുത്താൻ ഒരു പ്രയാസവുമില്ല. ഞാൻ അല്ലാഹുവിനെ അനുസരിക്കുന്നു എന്ന് നാവ് കൊണ്ട് പറഞ്ഞാൽ മതി, റസൂലിനെ അനുസരിക്കുന്നു എന്നും പറഞ്ഞാൽ മതി. പക്ഷെ ആ രണ്ട് കാര്യവും കർമ്മജീവിതത്തിലേക്ക് പകർത്തുമ്പോൾ ചിലതൊക്കെ നേടാൻ കഴിയുമെന്നതുപോലെ പലതും നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. പലതും നഷ്ടപ്പെടുത്തിക്കൊണ്ട് മാത്രമേ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും കർമ്മജീവിതത്തിൽ അനുസരിക്കാൻ കഴിയൂ. പക്ഷേ സ്വാർത്ഥനായ മനുഷ്യൻ നഷ്ടപ്പെടാനുള്ള ഒന്നും നഷ്ടപ്പെടുത്താതെ തന്നെ പഠിച്ചവനെയും പഠിച്ചവന്റെ പ്രവാചകന്മാരെയും അനുസരിക്കാൻ ശ്രമിക്കുകയാണ്. മനുഷ്യൻ സ്വാർത്ഥനാണല്ലോ. സ്വാർത്ഥനായ മനുഷ്യന് ഒന്നും നഷ്ടപ്പെടാൻ സന്നദ്ധനാകാൻ സാധ്യതയില്ല. നഷ്ടപ്പെടുത്തുക എന്നത് അവനെ സംബന്ധിച്ചിടത്തോളം ഖേദകരമാണ്, പരാജയമാണ് എന്നവൻ തോന്നുന്നു. അതുകൊണ്ട് ഒന്നും നഷ്ടപ്പെടുത്താതെ അല്ലാഹുവിനെയും റസൂലിനെയും തൃപ്തിപ്പെടുത്താൻ എന്താണ് വഴി? അതാണ് സ്വാർത്ഥനായ മനുഷ്യൻ ചിന്തിക്കുക. അതെപ്പോഴും കുറുക്ക് വഴികളായിരിക്കും. കുറുക്ക് വഴികൾ ലക്ഷ്യത്തിലെത്തുമെങ്കിൽ അത് നല്ലതാണ്. കാരണം ദൂരം പോകാതെ ഷോർട്ട് കട്ടിലൂടെ ലക്ഷ്യത്തിലെത്താൻ കഴിയുമെങ്കിൽ അത് നല്ലതാണ്.
പക്ഷേ ലക്ഷ്യത്തിലല്ല അതെത്തുക എങ്കിൽ അത് നഷ്ടവുമാണ്. നാവ് കൊണ്ടുള്ള അനുസരണം ഒരു ഷോർട്ട് വഴിയായിട്ടാണ് സ്വാർത്ഥരായ മനുഷ്യർ കാണുന്നത്. ഇതൊരു സൂചനയാണ്. കർമ്മജീവിതത്തിൽ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ച് ജീവിക്കുവാൻ മനുഷ്യരെ നിങ്ങൾക്ക് കഴിയുകയില്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾ അംഗീകരിക്കണം. ആ ദൂതന് അള്ളാഹു ഏൽപ്പിച്ചു കൊടുത്ത കാര്യങ്ങളെ അദ്ദേഹത്തിന് ചെയ്യേണ്ടതുള്ളൂ. നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും. ഫൈന്നമാ അലൈഹി മാ ഹുമ്മില വഅലൈക്കും മാ ഹുമ്മിൽതും. അദ്ദേഹത്തിന് ഏൽപ്പിച്ച കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു കഴിഞ്ഞു. നിങ്ങളെ കുറെ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും. വമാ അലർ റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ. കാര്യങ്ങൾ വ്യക്തമായി എത്തിച്ചു കൊടുക്കുക എന്ന ഒരു ചുമതലയല്ലാതെ മറ്റൊരു ചുമതലയും അള്ളാഹു ദൂതനെ ഏൽപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ആ ചുമതല അദ്ദേഹം നിർവഹിച്ചു. നിങ്ങളെയും കുറെ ചുമതലകൾ ഏൽപ്പിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ നിർവഹിക്കേണ്ടി വരും. അത് നിങ്ങൾ നിർവഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ കുറ്റക്കാരാണ്. ആ ബോധവൽക്കരണത്തിന്റെ ശേഷം 3 കാര്യങ്ങൾ അടങ്ങിയ ഒരു സന്ദേശം നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്. മോമിനുകളും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ജീവിക്കുന്നവരും എന്നാണ് നമ്മളെക്കുറിച്ച് അള്ളാഹു പറയാറുള്ളത്. അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി. ഈമാനിന്റെ കൂടെ അമലു സ്വാലിഹാത്ത് ചേർത്തുകൊണ്ടല്ലാതെ ഖുർആൻ എവിടെയും അങ്ങനെ പറയാറില്ല. കേവലം ഈമാന് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്നതും ഈമാനില്ലാത്ത അമലു സ്വാലിഹാത്ത് കൊണ്ടും രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്നതുകൊണ്ടുമാണ് രണ്ടിനെയും അള്ളാഹു കൂട്ടിച്ചേർത്ത് പറയുന്നത്. വഅദല്ലാഹു അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി. ഈമാൻ കൊള്ളുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ഒരു വഅദയുണ്ട്. ഈമാൻ കൊള്ളുക എന്ന് പറയുമ്പോൾ സത്യമായി എന്തെല്ലാം ഉണ്ടോ ആ കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുക എന്നാണ്. നാം സാധാരണ പറഞ്ഞു പോരുന്ന 6 കാര്യങ്ങളിൽ മാത്രമല്ല, അതിനപ്പുറവും വളരെ വിശാലമാണ് ഈമാൻ എന്ന് പറയുന്നത്. സത്യമായി എന്തെല്ലാം ഉണ്ടോ അതൊക്കെ തന്റെ മുമ്പിൽ വരുമ്പോൾ അത് ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും കഴിയുന്ന ഒരു മനസ്സ്. അത് വന്നത് എവിടെ നിന്ന്, ആരിൽ നിന്ന്, ആരിലൂടെ, ആര് പറഞ്ഞു, ആരാണത് വ്യക്തമാക്കി തന്നത്, ഇതൊന്നും അന്വേഷിക്കാതെ എനിക്ക് വന്നു കിട്ടിയത് സത്യമാണോ, സത്യമാണെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അതങ്ങോട്ട് അംഗീകരിക്കുവാനുള്ള വിശാലത, അതാണ് ഈമാനിന്റെ തേറ്റം. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിലും പരലോകത്തിലും പ്രവാചകന്മാരിലും അള്ളാഹുവിന്റെ മലക്കുകളിലും അതുപോലെ അവരുടെ നിയമസംഹിതകളിലും അതുപോലെ തന്നെ മനുഷ്യന്റെ ഖദർ ഖലായിലുമൊക്കെയുള്ള വിശ്വാസം. അതിനുമപ്പുറം ഒരുപാട് വിശ്വാസങ്ങൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത വിശ്വാസങ്ങളുടെ ഒരു സമാഹാരമാണ് ഈമാൻ എന്ന് പറയുന്നത്. ഹക്ക് എന്ന് മാത്രമേ അതിനിപ്പുറമായി നമുക്ക് കാണാൻ കഴിയൂ. ഹക്ക് സത്യമാണ്, അതൊരു സത്യമാണ്, അതാണ് അംഗീകരിക്കാൻ കഴിയണം. സത്യമാണെന്ന് ബോധ്യപ്പെടണം, ബോധ്യപ്പെടുമ്പോൾ അത് അംഗീകരിക്കണം. അതിനെ തുടർന്നുകൊണ്ട് പറയുന്നത് അമാലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ. സൽക്കർമ്മം എന്ന് പറയുമ്പോൾ വേദനയോടുകൂടി ഞാൻ ഓർക്കും, പലപ്പോഴും പറയാറുമുണ്ട്, മുസ്ലിം ജാതി സമുദായമായി മാറിയിട്ടുള്ള നമ്മൾ സൽക്കർമ്മങ്ങൾ എന്ന് കേൾക്കുന്നതോടുകൂടി മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു 3-4 കാര്യങ്ങളുണ്ട്. അത് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, അതേപോലെ പിന്നെ അദ്കാറുകൾ, ദിക്റുകൾ, ദുആകൾ, അങ്ങനെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ചില പൂജാ വഴിപാടുകൾ, ആരാധനാ കർമ്മങ്ങൾ എന്ന് പറയണമെങ്കിൽ ആരാധന എന്താണെന്ന് മനസ്സിലാകണം.
അത് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഞാൻ പൂജ വഴിപാടുകൾ എന്നൊക്കെ പറയും. എന്താണ് ആരാധന എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഞാനത് മുമ്പും നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തിയതാണ്. എന്താണത്, ആരാധന എന്ന് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാകാതെ ഞാൻ ഇരുട്ടിൽ തപ്പുകയാണ്. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് നല്ല പ്രയാസവുമുണ്ട്. കാരണം അള്ളാഹുവിനെ മാത്രം നിർവഹിക്കുന്ന ഒന്നിന്റെ പേരാണ് ആരാധന എന്നാണ് പറഞ്ഞു തരാറുള്ളത്. പക്ഷെ അങ്ങനെ ആൾ പറഞ്ഞു തന്നത് ശരിയാണെങ്കിൽ സിനിമാ പ്രേമികളുടെ ആരാധ്യനാണ് മമ്മൂട്ടി എന്ന് പറയുന്നത് ശരിയാവില്ല, അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറയുന്നത് ശരിയാവില്ല. തിരാന്തം കളിക്കാരുടെ ആരാധ്യനാണ് ആരോ ഒരാളുടെ പേര് പറയാറുണ്ട്. തിരാന്തം കളി എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. കിർക്ക് എന്ന് പറയുന്ന കളിയാണ് ഈ തിരാന്തം കളി. നിങ്ങൾക്കത് ഇഷ്ടമായിരിക്കും, പക്ഷെ എനിക്ക് അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറയും. നിങ്ങൾ എന്നോട് വെറുത്തിട്ട് കാര്യമില്ല. നിങ്ങൾ കുറച്ചുകൂടി ആലോചിക്കുമ്പോൾ ഞാനീ പറഞ്ഞേ നിങ്ങളും പറയും. കുറച്ചുകൂടി ആലോചിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വികാരം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ വിചാരത്തിനൊരല്പം സ്ഥാനം കൊടുത്താൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ പറയും ഇത് ക്രിക്കറ്റ് തന്നെയാണ്, തിരാന്തം കളി തന്നെയാണ്. കാരണം അത് ബ്രിട്ടീഷുകാരും യൂറോപ്പുകാരും തണുപ്പ് മാറാൻ വേണ്ടിയിട്ട് അവർ നാട്ടിൽ നടപ്പാക്കിയ സംഗതിയാണ്. ബ്രിട്ടീഷുകാരൻ ആധിപത്യം പുലർത്തിയ നാട്ടിൽ മാത്രം, രാജ്യങ്ങളിൽ മാത്രം നിലവിലുള്ളതുമാണ്. അതിനെയാണ് എന്താ പറയാറുള്ളത്, എന്താണ് വേൾഡിൽ എവിടെയാണുള്ളത്? ലോകത്ത് മനുഷ്യർ കൂടുതൽ താമസിക്കുന്ന ഒരു മേഖലയിലുമില്ല. പക്ഷേ നമ്മൾ വേൾഡ്, ക്രിക്കറ്റ് വേൾഡ്, ഞാനത് പോട്ടെ, അതല്ല നമ്മളെ വിഷയം. പക്ഷെ അവിടെ എന്താ അദ്ദേഹം എന്താണ് പേര്, അയാൾ ക്രിക്കറ്റ് കളിക്കാരുടെ ആരാധ്യനാണെന്ന് പറയാം. ജവഹർലാൽ നെഹ്റു അന്തരിച്ചപ്പോൾ ലോകാരാധ്യനായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ദിവംഗതനായി എന്ന് പറഞ്ഞു. 1964 ഞാനന്ന് കൊല്ലത്ത് മുതലിച്ചു, കൊല്ലൂർ വഴിയിൽ. ഞാൻ ദിവംഗതനായി എന്ന വാക്ക് ആദ്യം കേൾക്കുകയും പഠിക്കുകയും ചെയ്തതെന്നാണ്. ദിവംഗതനായി ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ലോകാരാധ്യൻ എന്നാണ് പറഞ്ഞത്. ദൈവത്തിൽ വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല, മതങ്ങളിൽ വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അലി സഹോദരന്മാർ ഒരുപാട് നിർബന്ധിച്ചിട്ട് പോലും ഖുർആനൊന്ന് വായിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. മുഹമ്മദ് അലിന്റെ, ഷൗക്കത്ത് അലിയൊക്കെ ജയിലിൽ കിടക്കുമ്പോൾ പോലും നെഹ്റു ഇതൊന്ന് വായിച്ചു നോക്കുന്നു, എനിക്കതിന് സമയമില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തെയും ആരാധ്യനെന്ന് പറയുന്നു. അപ്പൊ ആരാധന ദൈവത്തിന് മാത്രം അർപ്പിക്കുന്ന ഒന്നിന്റെ പേരാണെങ്കിൽ ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരെ പോലും ആരാധ്യൻ എന്ന് പറഞ്ഞുവെങ്കിൽ, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളെ ആരാധകരെന്ന് പറഞ്ഞുവെങ്കിൽ, ആരാധന എന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞത് ദയവായി നിങ്ങൾ അംഗീകരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പൂജാ വഴിപാടുകൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ സൽക്കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് കുറച്ച് പൂജാ വഴിപാടുകളാണ്. നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ മനുഷ്യരിൽ സൽക്കർമ്മങ്ങൾ ഉണ്ടാകുവാനുള്ള പ്രേരണ നൽകാൻ വേണ്ടിയാണ് എന്നാണ് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും വായിച്ചു പഠിച്ചാൽ ഒരാൾക്ക് മനസ്സിലാകും. ഒരു മനുഷ്യൻ നല്ലവനായി തീരാൻ, അവന്റെ ഉള്ളിൽ നിന്ന് ഒരു അന്ധപ്രചോദനമുണ്ടാകാൻ പടച്ച തമ്പുരാൻ എല്ലാ അമ്പിയാമുർസലുകൾക്കും നിർബന്ധമാക്കിയ കർമ്മങ്ങളാണ് അപ്പറയുന്നത്. നിസ്കാരം, നോമ്പ്, അതേപോലെ നമ്മൾ പറയുന്ന മറ്റു കാര്യങ്ങളൊക്കെ. എന്തിനു നിസ്കരിക്കുന്നു, എന്തിനു നോമ്പ് പിടിക്കുന്നു? ഖുർആൻ തന്നെ പറഞ്ഞു അത് ഇന്നതിന് വേണ്ടിയാണ്, ഇന്ന നല്ല കാര്യങ്ങൾ നിങ്ങളിൽ ഉണ്ടാകാൻ വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കിയത്, നിസ്കാരം നിർബന്ധമാക്കിയത്. അപ്പൊ ആ നല്ല കാര്യങ്ങൾ നിങ്ങളിലില്ലെങ്കിൽ, ഈ ചീത്ത കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഇല്ലാതായിട്ടില്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഒരു പാഴ് പണിയാണ് അത് എടുത്തത് എന്നും ഖുർആൻ തന്നെ പറയുന്നു. അതുകൊണ്ട് തന്നെ അതവർക്ക് നഷ്ടമായി ഭവിക്കുന്നു എന്നും ഖുർആൻ പറയുന്നു. നിസ്കാരം ഏറ്റവും നല്ല ഒരു കാര്യമാണ്. ആ നിസ്കാരം അതിന്റെ കോലത്തിൽ ബാക്കിയായിട്ടില്ലെങ്കിൽ, എന്ന് പറഞ്ഞാൽ അത് നിർവഹിക്കേണ്ട രീതിയിൽ അതുകൊണ്ട് നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതവർക്ക് നാശമാണ് എന്ന് ആ നിസ്കാരം നിർബന്ധമാക്കി അള്ളാഹു തന്നെ ഖുർആനിൽ പറയും. ഞാൻ പറഞ്ഞത്
സൽക്കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഈ പൂജാ വഴിപാടുകളൊന്ന് മാറ്റി നിർത്തിയിട്ട് സൽക്കർമ്മങ്ങളെ നമ്മൾ വേറെ തിരഞ്ഞെടുക്കണം, അന്വേഷിച്ച് കണ്ടെത്തണം. പള്ളിയിൽ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോകുമ്പോൾ ആ വഴിയോരത്ത് പാവപ്പെട്ട ഒരു മനുഷ്യൻ വിശന്ന് ദാഹിച്ച് നിൽക്കുന്നുവെങ്കിൽ ആ വിശന്ന് ദാഹിച്ച് നിൽക്കുന്ന മനുഷ്യനെ ഒന്ന് തിരിഞ്ഞു നോക്കാതെ വിശപ്പ് മാറ്റാൻ വേണ്ടി വീട്ടിലേക്ക് ഓടിപ്പോകുന്ന നമ്മൾ ഈ പള്ളിയിൽ നിന്ന് പോകുന്നതും അതല്ലെങ്കിൽ കളിക്കളത്തിൽ നിന്ന് പോകുന്നതും ഒരുപോലെയാണ്. ഒരു കളിക്കളത്തിൽ നിന്ന് കളി കണ്ടിട്ട് പോകുമ്പോൾ നമ്മൾ ആരായിരിക്കുമോ അതേപോലെ തന്നെയാണ് നിസ്കാരം നിർവഹിച്ചുകൊണ്ട് ഈ പള്ളിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആ വഴിയോരത്ത് വിശപ്പിന്റെ ദാഹത്തിന്റെ കാഠിന്യത്താൽ ഈ കഠിനമായ ചൂടിൽ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ട് അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കാതെ എന്റെ വീട്ടിൽ ഉണ്ടാക്കി വെച്ച വിഭവങ്ങൾ കഴിക്കാൻ വേണ്ടി ഞാൻ പോകുന്നത് കളിക്കളത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഞാനും പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഞാനും ഒരുപോലെയായിപ്പോകും. അതാണ് സൽക്കർമ്മം. അതാണ് എന്റെ മുമ്പിൽ ഒരു പാവപ്പെട്ടവൻ അല്ലെങ്കിൽ ആ പാവപ്പെട്ട ഒരു രോഗി, നടക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ഒരാള്, ഒരു മുടന്തൻ, കണ്ണു കാണാൻ കഴിയാത്ത ഒരു മനുഷ്യൻ, ഒരു വലിയ കുടുംബത്തിന്റെ ഭാരവും പേറിക്കൊണ്ട് നിന്റെ മുമ്പിൽ കൈനീട്ടിയ മനുഷ്യൻ, എന്റെ കുടുംബത്തിന് ജീവിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് പണിയെടുക്കാൻ കഴിയാത്ത ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടുകയാണ് എന്ന് പറയുമ്പോൾ അതൊന്ന് കേട്ടുനിൽക്കാൻ പോലും മനസ്സില്ലാതെ നിസ്കാരം ഒരുപാട് നിർവഹിച്ച് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മനുഷ്യൻ അങ്ങോട്ടൊന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ പോകുന്നുവെങ്കിൽ ഈ നിസ്കാരം കൊണ്ട് എന്ത് ഫലം എന്ന് നീ നേടി? റഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീന ഹും യുറാഊൻ വയംനഊനൽ മാഊൻ. ഒരു ചെറിയ അധ്യായം കണ്ടോ? ദീനിനെ കളവാക്കിയവനെ കണ്ടോ? പടച്ചതമ്പുരാൻ നിന്ന് മാനവരാശിക്ക് പടച്ചവൻ നൽകിയ അനേകായിരം അമ്പിയാ മുർസലുകളിലൂടെ ലോകജനതയ്ക്ക് നൽകിയിട്ടുള്ള ദീനില്ലേ, ആ ദീനിനെ നിഷേധിച്ചവനെ കണ്ടോ? കളവാക്കിയവനെ കണ്ടോ? ആരാണതെന്നോ? ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം. അനാഥയോട് കയർക്കുന്നവനാരോ അവനാണ് അമ്പിയാ മുർസലുകളിലൂടെ വന്ന ദീനിനെ കളവാക്കിയവൻ. അനാഥകളോട്, നാഥനില്ലാത്തവരോട്, ബാപ്പല്ലാത്ത കുഞ്ഞുങ്ങൾ, ഉമ്മല്ലാത്ത കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അനാഥയുടെ ഒരു ഭാഗം മാത്രമാണ്. നാഥനില്ലാത്ത, രക്ഷിക്കുവാൻ ആളില്ലാത്ത മനുഷ്യൻ, അവരോട് കയർക്കുന്നതാരോ അവരാണ് യഥാർത്ഥത്തിൽ ദീനിനെ കളവാക്കിയവർ. വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ. ഒരു മിസ്കീന്റെ ഭക്ഷണം കൊടുക്കുവാൻ അവൻ തയ്യാറാകുന്നില്ല, മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നുമില്ല. മറ്റുള്ളവരെ പ്രേരിപ്പിക്കണമെങ്കിൽ താൻ തയ്യാറാണല്ലോ. കൊടുക്കുക എന്ന് പറയാൻ എളുപ്പമാണ്, കൊടുത്തുകൊണ്ട് കൊടുക്കുക എന്ന് പറയാനാണ് പ്രയാസം. അവനോട് കൊടുക്കുക എന്ന് പറയാൻ വളരെ എളുപ്പമാണ്, നീ കൊടുക്കിട്ടോ. പക്ഷേ ഞാൻ അങ്ങോട്ട് എടുത്തു കൊടുത്തിട്ട് രണ്ടാം വട്ടം മറ്റേ ആളോട് കൊടുക്കിട്ടോ എന്ന് പറയുന്നതാണ്, അതാണ് ദീനിന്റെ രീതി. അതുകൊണ്ടാണ് വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ. മിസ്കീന്റെ ഭക്ഷണം, സാധുവിന്റെ ഭക്ഷണം, ആ സാധുവിന്റെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ ഒതുക്കരുത് ആവശ്യമായ വിഭവങ്ങൾ. അത് നൽകുന്നിടത്ത് മറ്റുള്ളവരെ പ്രേരിപ്പിക്കാത്തവൻ സ്വന്തം ചെയ്യുകയില്ല, മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയുമില്ല. വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ വലാ തഹാദ്ദൂന അലാ തആമിൽ മിസ്കീൻ. സൂറത്തുൽ ഫജ്റിൽ അങ്ങനെ ഉപയോഗിച്ചു. സാധുക്കൾക്ക് അവരുടെ അന്നം കൊടുക്കുവാൻ ആളുകളെ പ്രേരിപ്പിക്കാത്ത അതൊരു സംവിധാനവും അവരുടെ മുമ്പിലില്ല. എന്നിട്ട് പിന്നെ പറയാം, നിസ്കരിക്കുന്ന ആളുകൾക്ക് നാശം. അശ്രദ്ധമായി നിസ്കരിക്കുന്നു അവർ. നിസ്കാരം കൊണ്ട് എന്ത് നേടണം എന്നത് അവരുടെ മനസ്സിലില്ല, എന്തിനു വേണ്ടി നിർവഹിക്കുന്നു എന്ന് അവരുടെ മനസ്സിലില്ല. തിരക്ക് പിടിച്ച കച്ചവടം, ആ കച്ചവടത്തിൽ നിന്ന് തിരക്ക് പിടിച്ച പീടികയിൽ നിന്ന് ഇറങ്ങിപ്പോന്നിട്ട് ഈ പള്ളിയിൽ വന്ന് 4 റക്അത്ത് നിസ്കരിച്ച് ഓടിച്ചെന്ന് വീണ്ടും ആ കച്ചവടത്തിൽ ഏർപ്പെടുന്ന മനുഷ്യൻ എന്തിനാണ് ഈ വന്നത്?
എന്തിനാണ് ഈ വന്നത്? ജീവിതത്തിന്റെ ചലനാത്മകമായ മേഖലകളിൽ എന്റെ ജീവിതത്തെ നിയന്ത്രിക്കുവാനുള്ള ഒരു കടിഞ്ഞാണായിരുന്നു എന്റെ ഈ പള്ളിയിലേക്കുള്ള വരവ് എന്ന ബോധം അയാൾക്കില്ല. അയാൾക്ക് ആ ബോധം തന്നെ ഇല്ല. അല്ലദീന ഹും അൻ സലാത്തിഹിം സാഹൂൻ. പിന്നെ എന്തിനാ നിർവഹിച്ചോന്ന് ചോദിച്ചാൽ, നിസ്കാരം നിർവഹിക്കുന്നവനാണ് ഞാനെന്ന് നാലാളുകൾ പറയണം. അതുകൊണ്ടല്ലേ വയംനഊനൽ മഅറൂൻ, സഹായം അയാൾ തടയുന്നു. ചെറിയ സഹായങ്ങൾ പോലും ആർക്കും കൊടുക്കാതെ അവർ തടയുന്നു. കൊടുക്കുന്നില്ല, കൊടുക്കുന്നത് തടയുകയും ചെയ്യുന്നു. നിസ്കാരവും നമ്മളും തമ്മിലുള്ള അകലം ഒന്ന് ആലോചിച്ചു നോക്കും. മുസ്ലിം ജാതി സമുദായത്തിന്റെ നിസ്കാരം എത്രമാത്രം അകലമാണ് യാഥാർത്ഥ്യത്തിൽ നിന്നൊന്ന് ആലോചിച്ചു നോക്കൂ. ഞാനും നിങ്ങളുമൊക്കെ നിസ്കരിക്കുന്നവരാണ്. അതുകൊണ്ട് അഅ്മാലു സാലിഹാത്ത് എന്ന് പറയുന്നത് നിസ്കാരമാണ് എന്ന് കരുതരുത്, നോമ്പാണെന്ന് കരുതരുത്. അഅ്മാലു സാലിഹാത്ത് എന്ന് പറയുന്നത് പടച്ചതമ്പുരാന്റെ സൃഷ്ടിജാലങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പണികൾ ചെയ്യുക എന്നാണ്. സ്വാർത്ഥതയില്ലാതെ, താല്പര്യങ്ങളില്ലാതെ, പ്രയാസം എവിടെയാണോ അവിടെ എത്താൻ കഴിയുക, കഷ്ടപ്പാട് എവിടെയാണോ ആ കഷ്ടപ്പാടുള്ളയിടത്ത് എത്താൻ കഴിയുക. അത് ഒറ്റപ്പെട്ട സംഗതിയായാലും സമൂഹത്തെ ഒന്നിച്ച് ബാധിക്കുന്ന സംഗതികളായാലും അവിടെ എത്തിച്ചേർന്നുകൊണ്ട് അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക, ചെയ്തു തീർക്കുക, അതാണ് സൽക്കർമ്മങ്ങൾ. അപ്പോ വിശ്വസിക്കേണ്ട കാര്യങ്ങളിലൊക്കെ വിശ്വസിച്ച് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യർ, ആ മനുഷ്യർക്ക് അല്ലാഹു ഒരു വഅദ ചെയ്തു. വഅദ മലയാളം പറയേണ്ടതില്ലാത്ത വാക്കാണല്ലോ വഅദ. എന്താ വഅദ? അവരെ ഈ ഭൂമിയിൽ പ്രതിനിധികളാക്കും. ഭൂമിയുടെ പ്രാതിനിധ്യം അവരെ ഏൽപ്പിച്ചു കൊടുക്കും. അവർക്ക് ഭൂമിയുടെ പ്രാതിനിധ്യം ഏൽപ്പിച്ചു കൊടുക്കണമെങ്കിൽ അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യണം. പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങളുടെ മുമ്പിൽ ഓടിയെത്തുന്നവരാകണം. സത്യമായി എന്തെല്ലാം ഉണ്ടോ അതൊക്കെ അംഗീകരിക്കുന്നവരാകണം. എന്നിലൂടെ വന്നത് മാത്രമേ സത്യമുള്ളൂ, ഞങ്ങൾ പറയുന്നത് മാത്രമേ സത്യമുള്ളൂ എന്ന് പറയുന്ന ആൾക്കാർക്ക് അള്ളാന്റെ വഅദയില്ല. ഞങ്ങൾ മാത്രമാണ് സന്മാർഗത്തിലെന്ന് വിശ്വസിക്കുന്നവർക്കും അള്ളാഹുവിന്റെ വഅദയില്ല. സത്യം എവിടെ എങ്ങനെ കണ്ടോ, അതാരുടെ കൈവശമായാലും ഏത് സമൂഹത്തിലായാലും അത് സത്യമാണോ അത് അംഗീകരിക്കുവാനുള്ള വിശാലത. അതേപോലെ ലോകത്ത് അള്ളാഹുവിന്റെ സൃഷ്ടിജാലങ്ങൾക്ക് പ്രയാസകരമായി എന്തെല്ലാം ഉണ്ടാകുന്നുണ്ടോ അവിടെയെല്ലാം ഓടിയെത്താനുള്ള മനസ്സ്, അതാണ് സൽക്കർമ്മം. ഈ രണ്ട് സ്വഭാവം നിങ്ങളിലുണ്ടെങ്കിൽ ഭൂമിയുടെ പ്രാതിനിധ്യം നിങ്ങളെ ഏൽപ്പിക്കും. അത് അള്ളാഹുവിന്റെ വഅദയാണ്. യസ്തഖ്ലിഫന്നകും ഫിൽ അർദ് കമാ ഇസ്തഖ്ലഫ അല്ലദീന മിൻ ഖബ്ലിഹിം. ഇവർക്ക് മുമ്പുള്ള ആൾക്കാരെയും അല്ലാഹ് അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, അതേപോലെ നിങ്ങൾ ഏൽപ്പിക്കും. എന്നിട്ടോ വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദീ ഇർതളാ അലൈഹിം. അള്ളാഹു അവർക്ക് തൃപ്തിപ്പെട്ടു കൊടുത്ത ദീൻ, ആ ദീനിന് സൗകര്യം ചെയ്തു കൊടുക്കും പഠിച്ചവൻ. ആ ദീൻ നടപ്പിലാക്കാൻ, അതാ നടപ്പിലാകുക. നാളെ ഉദിക്കുന്ന സൂര്യൻ ആ കാരുണ്യത്തിന്റെ ദീനിന്റെ സൂര്യനായിരിക്കും. ആ സ്നേഹത്തിന്റെ ദീൻ ആ ദീനിന്റെ സൂര്യനായിരിക്കും. പറഞ്ഞല്ലോ പലരും, കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ദീൻ, അതാണല്ലോ ഇസ്ലാം. ആ ദീൻ ഉദിക്കും. അതിന് ഈ ഭൂമിയിൽ സൗകര്യം ചെയ്തു കൊടുക്കും. ദീന് എന്ന് പറയുമ്പോൾ അതിനെ മതം നടക്കുന്നതിൽ കൊതുക്കരുത്. മതം നമ്മുടെ അടുത്തൊന്നുണ്ട്, നമ്മളല്ലാത്ത വേറൊരു കൂട്ടരെടുത്ത് വേറൊരു മതമുണ്ട്, അവരല്ലാത്ത വേറൊരു കൂട്ടരെടുത്ത് വേറൊരു മതമുണ്ട്. അങ്ങനെ ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്. ആ മതങ്ങളൊക്കെ ആളുകൾ ഉണ്ടാക്കിയ മതങ്ങളാണ്. എല്ലാ മതവും മുസ്ലിം ജാതി സമുദായം മതമാക്കി മാറ്റിയതും ആ ജാതി സമുദായം ഉണ്ടാക്കിയ മതമാണ്. അള്ളാഹുവിനത് പരിചയമില്ല. അള്ളാഹുവിന് ദീൻ എന്ന് മാത്രമേ പരിചയമുള്ളൂ. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിൽ ഇസ്ലാം മാത്രമാണ് ദീനായിട്ടുള്ളത്. അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സകലതും അള്ളാഹുവിന് വഴിപ്പെട്ട് കീഴ്പ്പെട്ട് ജീവിക്കുമ്പോൾ, അള്ളാഹുവിന് വഴിപ്പെട്ട് കീഴ്പ്പെട്ട് ജീവിക്കുക എന്ന
ആ നിയമസംഹിത വിട്ടുകൊണ്ട് മറ്റൊന്നാണോ ഇവരാഗ്രഹിക്കുന്നത്? അതാണ് ദീൻ. പടച്ചവനിൽ നിന്ന് മനുഷ്യർക്ക് ലഭിച്ചിട്ടുള്ള നിയമസംഹിതയുടെ പേരാണ് ദീൻ. അതിനെ ഖുർആൻ ഇസ്ലാം എന്ന് വിവരിച്ചു. ഇസ്ലാം എന്ന് വിളിച്ചപ്പോൾ കീഴ്പ്പെടുക, വഴിപ്പെടുക ആർക്ക്? അള്ളാഹുവിന്. നമ്മൾ അള്ളാഹുവിനാണോ കീഴ്പ്പെട്ടിട്ടുള്ളത്? അല്ല, നമ്മൾ അള്ളാഹുവിന്റെ വഴിയിലാണോ പെട്ടിട്ടുള്ളത്? ഇത് നമ്മളോട് ചോദിക്കേണ്ടതാണ്. എന്നിട്ട് നമ്മൾ അള്ളാഹുവിനെ കീഴ്പ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ വഴിയിൽപ്പെട്ടുകൊണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്കുള്ള വാഗ്ദാനമാണത്. അതല്ല, ലോകത്ത് കണ്ടു കാണപ്പെട്ട മുഴുവൻ അണ്ടന്റെയും മടകോടന്റെയും വഴിയിലാണ് നമ്മളെങ്കിൽ, ലോകത്ത് കാണപ്പെടുന്ന മുഴുവൻ ചരാചരങ്ങളുടെയും വഴിയിലാണ് നമ്മളെങ്കിൽ, ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നവർക്കൊക്കെ കീഴ്പ്പെട്ടുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ഈ വാഗ്ദാനമില്ല കേട്ടോ. അള്ളാഹു അവർക്കാണ് വാഗ്ദാനം കൊടുത്തത്. അള്ളാഹുവിനെ വഴിപ്പെട്ട് അള്ളാഹുവിനെ കീഴ്പ്പെട്ട് ജീവിക്കുന്ന, നല്ലത് ചെയ്തുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ആളുകൾക്ക് വാഗ്ദാനം ചെയ്തു. ഏത്? ആ ദീനിന്റെ പൂർണ്ണമായും ആ ദീനനുസരിച്ച് ജീവിക്കുവാനുള്ള ഒരു ചുറ്റുപാട് പഠിച്ചവരുണ്ടായിക്കൊടുക്കും. എന്നിട്ട് പറഞ്ഞു, വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. പേടിച്ച് വിറച്ച് ഭയവിഹ്വലരായി കഴിഞ്ഞുകൂടിയിരുന്ന ആളുകൾ, അതിന്റെ ശേഷം അവർക്ക് നിർഭയമായ ഒരു ചുറ്റുപാട് പഠിച്ചവനുണ്ടായിക്കൊടുക്കും. പേടിയായിരുന്നു, ഭയമായിരുന്നു. ആണ്, ഇപ്പോഴും അങ്ങനെയാണ്. അള്ളാഹു എന്ന് പറയാൻ പോലും പേടിക്കുകയാണ്. അള്ളാഹുവിന്റെ പേരിൽ അള്ളാഹുവിന്റെ ദീൻ പറയാൻ പേടിക്കുകയാണ്. അഥവാ അള്ളാഹുവിന്റെ ദീനെ പരസ്യമായി ഒന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിന്റെ ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന മേഖലയിൽ പോലും നിലനിൽപ്പില്ല. എന്താ അദ്ദേഹത്തെ പുറത്താക്കി? എന്തുകൊണ്ട്? അദ്ദേഹം ഇസ്ലാമിന്റെ ദീനിന്റെ പേരിൽ ക്ലാസ് എടുത്തു. ഇസ്ലാം ദീനിന്റെ പേരിൽ ഒരു ക്ലാസ് നടത്തി. അതുകൊണ്ട് പുറത്താക്കി. എവിടുന്ന് പുറത്താക്കി? അല്ലൈനിൽ നിന്ന്, അബുദാബിയിൽ നിന്ന്, UAE-യിൽ നിന്ന്, ഈജിപ്തിൽ, അതുപോലെ മറ്റേ സൗദി അറേബ്യയിൽ നിന്ന് ആളെ പുറത്താക്കി. വിസ ക്യാൻസൽ ചെയ്തു, നാട്ടിലേക്ക് അയച്ചു. എന്താ കുറ്റം? അള്ളാന്റെ ദീനിന്റെ പേരിൽ ഒരു ക്ലാസ് എടുത്തു. അതിന് സാക്ഷ്യം വഹിച്ച ആളുകൾ നമ്മുടെ ചിലപ്പോൾ ഈ പള്ളിയിൽ തന്നെ ചിലപ്പോൾ കുത്തുബ കേൾക്കുന്നുണ്ടാവും. അതിന് സാക്ഷികളായവർ നഷ്ടപ്പെടുത്തി പോരേണ്ടി വന്നു. എന്താ കാരണം? അവരൊരു ക്ലാസ് എടുത്തു. ഒരു റൂമിൽ അവർ ഖുർആൻ ക്ലാസ് എടുത്തു. അതാണ് അവരുടെ കുറ്റം. ഖുർആൻ പറയാൻ പാടില്ല, ദീൻ പറയാൻ പാടില്ല. എവിടെ? ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന മാനവരാശിയുടെ വിമോചനത്തിന്റെ ആദർശ പ്രഖ്യാപനം നടത്തിയ അറേബ്യൻ മേഖലയിലെ ജാതി മുസ്ലിങ്ങൾ ജീവിക്കുന്ന, ഏകാധിപതികളായ രാജാക്കന്മാര് ജീവിക്കുന്ന, അമേരിക്കൻ, യൂറോപ്യൻ നാടുകളിലെ ദുഷ്ടന്മാരായ ഭരണാധികാരികൾക്ക് വിധേയരായി ജീവിക്കുന്നവർ, അവരാ പുറത്താക്കുന്നത്. എന്താ കാരണം? അള്ളാന്റെ ദീൻ പറഞ്ഞുപോയി. പറയാൻ പാടില്ല കേട്ടോ, അള്ളാഹു എന്ന് പറയാൻ പാടില്ല. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന. ഈ ഭയവിഹ്വലരായി ജീവിക്കേണ്ട ഗതികേടിൽ നിന്ന് നിർഭയരായി ജീവിക്കുന്ന ഒരു ചുറ്റുപാട് പടച്ച തമ്പുരാൻ അവർക്ക് പകരം നൽകും. നേരത്തെ ഞാൻ പറഞ്ഞ ആ സവിശേഷ ഗുണങ്ങളുള്ളവർക്ക്. എന്നിട്ടോ യഅ്ബുദൂനനി വലാ യുശ്രികൂന ബി ശൈഅ. എനിക്ക് മാത്രം വഴിപ്പെട്ടുകൊണ്ട് അവർ ജീവിക്കുന്നു. എന്നിലൊന്നിനെയും അവർ പങ്കു ചേർക്കുകയില്ല. എനിക്ക് വഴിപ്പെട്ട് ജീവിക്കുന്നതിൽ വേറെ ഒരു പങ്കാളിയെ വെക്കുകയില്ല. അള്ളാഹ്ക്കും വഴിപ്പെടണം, അയാൾക്കും വഴിപ്പെടണം. കാരണം അയാൾ ഭരണാധികാരിയാണ്, ഇയാൾ ഇന്നാലിന്ന നേതാവാണ്. അതുകൊണ്ട് അള്ളാഹ്ക്ക് മാത്രം വഴിപ്പെട്ടാൽ പോലെ ഇയാൾക്കും വഴിപ്പെടണം എന്ന് പറയുന്ന ഒരു പങ്കാളി അവിടെ ഇല്ല. യഅ്ബുദൂനനി വലാ യുശ്രികൂന ബി ശൈഅ. എനിക്ക് വഴിപ്പെടുന്നു അവർ. എനിക്ക് വഴിപ്പെടുന്നതിൽ ഒരു പങ്കുകാരനെയും അവർ വരിക്കുന്നില്ല. അള്ളാഹുവിന് മാത്രം വഴിപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു ചുറ്റുപാട് അവർക്ക് നാം ഉണ്ടാക്കിക്കൊടുക്കും. തുടർന്ന് പറയാണ് വമൻ കഫറ ബഅദ ദാലിക. അങ്ങനെ ഒരു സാഹചര്യവും ചുറ്റുപാടും ഉണ്ടായതിന്റെ ശേഷം
നിഷേധികളായി നന്ദികെട്ടവരായി മാറുകയാണെങ്കിൽ അവരാണ് ഫാസിക്കുകൾ. ഉലൈക ഹുമുൽ ഫാസിഖൂൻ. അവർ ധിക്കാരികൾ തന്നെയാണ്. അനുകൂലമായ ഒരു അന്തരീക്ഷം പടച്ചതമ്പുരാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് സ്വാർത്ഥരായ താല്പര്യക്കാരായ ആളുകൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് പടച്ചവനെ നിഷേധിച്ച് അവന്റെ ദീനിനെ നിഷേധിച്ച് നന്ദികെട്ടവരായി മാറുന്നുവെങ്കിൽ ആ മാറുന്ന ആളുകളാണ് ഫാസിക്കുകൾ, ധിക്കാരികൾ. പടച്ചതമ്പുരാൻ നമ്മെ അത്തരം ധിക്കാരികളുടെ കൂട്ടത്തിൽ പെടുത്താതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാര്യങ്ങൾ വ്യക്തമാക്കി തരുമ്പോൾ ആ വ്യക്തമാക്കി തരുന്ന കാര്യങ്ങൾക്ക് തെളിവായി ഖുർആനാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കാറുള്ളത്. ആ ഖുർആനിന് ഉപോത്ബലകമായി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും നിരത്തി വെക്കാറുണ്ട്. അത് പറയുമ്പോൾ അത് അവരെക്കുറിച്ചാണോ പറഞ്ഞത്, ഇവരെക്കുറിച്ചാണോ പറഞ്ഞത്, അങ്ങനെയാണോ പറഞ്ഞത്, എങ്ങനെയാണോ പറഞ്ഞത്, ഇതൊന്നും നമ്മളെ മനസ്സിനെ അലട്ടാൻ പാടില്ല. വലാത്ത മുദ്ദൻ അയിനൈക്ക, നിന്റെ കണ്ണുകൾ ഇവിടുത്തെ സമ്പന്ന വിഭാഗത്തിലേക്ക് തിരിയരുത് എന്ന് പറയുന്ന ഖുർആനിന്റെ ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ VIP ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ട് കഴിഞ്ഞ ഖുത്ബയിൽ. ആളുകൾക്ക് ധാരണ തോന്നി VIP കളക്ഷന് പോകുന്നവരെ കുറിച്ചാണോ പറഞ്ഞത്, VVIP പിരിവിന് പോകുന്നവരെ കുറിച്ചാണോ പറഞ്ഞത്. ഞാൻ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു VVIP കളക്ഷനും ഇല്ല, VIP കളക്ഷനും ഇല്ല. എന്റെ മനസ്സിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിലല്ലേ, VIP എന്നുള്ളൊരു സാധനം ഉണ്ടെങ്കിലല്ലേ ഞാൻ അങ്ങനെ കരുതേണ്ടതുള്ളൂ. എന്റെ മനസ്സിലാകെ ഉള്ളത് മനുഷ്യർ, ഞാനും അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയും അള്ളാഹുവിന്റെ ആദമിന്റെ മക്കളിലെ 2 മക്കൾ മാത്രം. അതിനപ്പുറം ഒരു സ്ഥാനം ലോകത്തെ കിടിലം കൊള്ളിച്ചുകൊണ്ട് ഭരിക്കുന്ന അമേരിക്കൻ ഭരണാധികാരിക്കും എന്റെ മനസ്സിലില്ല. ഇന്ത്യയിൽ നമ്മളൊക്കെ പറഞ്ഞു പോരുന്ന 1ാമത്തെ പൗരൻ എന്ന് പറയുന്ന പ്രസിഡന്റിനുമില്ല. അപ്പൊ പൗരൻ ഇല്ല. അന്ന് 1ാമത്തെ പൗരൻ 2ാമത്തെ പൗരനാകാൻ പാടില്ല. അതൊന്നും ഇല്ലെന്നെ. എന്റെ മനസ്സിൽ ഇവിടുത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ പ്രസിഡന്റും എന്റെ അയൽവീട്ടിൽ താമസിക്കുന്ന ചക്കിയും കോരനും ഒരുപോലെ. അതിനപ്പുറം ഒരു സ്ഥാനം എന്റെ മനസ്സിൽ ലോകത്തൊരാൾക്കുമില്ല. ഞാൻ വല്ല സ്ഥാനവും കൊടുക്കുന്നുവെങ്കിൽ നല്ലവരായ മനുഷ്യർ, അള്ളാഹുവിന്റെ അംബിയ മുർസലുകൾ, അവരെ പിൻപറ്റി ജീവിക്കുന്ന സാലിഹീങ്ങൾ. അതുകൊണ്ട് ഖുതുബ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ടോ സുന്നത്ത് റസൂൽ ഉദ്ധരിച്ചുകൊണ്ടോ എന്തെങ്കിലും പറയുമ്പോൾ അത് അവരെക്കുറിച്ചാണ് ഇവരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കാനിടയുള്ളത് എന്ന് തോന്നരുത്. ആരെക്കുറിച്ചും ഞാനൊന്നും പറയാറില്ല. നല്ലത് ഞാൻ പറയും, എനിക്ക് നല്ലതാണെന്ന് ബോധ്യപ്പെട്ടത്. മോശമാണെന്ന് ബോധ്യപ്പെട്ട അത് ഞാൻ ചൂണ്ടിക്കാണിച്ചു. അതുകൊണ്ട് ദയവായി അത്തരം തോന്നലുകളോ ധാരണകളോ ഒഴിവാക്കണം എന്ന് വിനയത്തോടുകൂടി അപേക്ഷിക്കുകയാണ്. വാഹിറു ദുആഇ അൽഹംദുലില്ലാഹ്.